യൂഷ്വൽ പതിവ് പോലെ നമ്മുടെ വീക്കെൻഡുകൾ വൈബ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റികളുമായി നമ്മുടെ സീ കേരളം സൂപ്പർ ഷോ നമ്മൾ ആരംഭിക്കുകയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം എവരിവൺ ആൻഡ് നൗ യു ആർ വാച്ചിങ് IHNA Australia and Pavalam Cook of Smart Curry Powder Sea Kerala Super Show co-powered by Indian Institute of Commerce Lakshya and Ujala Crisp and Shine. Our ice cream partner Camry Ice Cream, special partners Kia Ceros, Equastar UPVC Rain Gutters, Cardia Coconut Oil and Milma Day to Day Dairy Whitener. Our energy partner Sun Tips Tea. Welcome. എനിക്കൊരു തിരുവാതിരക്കളി, ഒരു സ്പെഷ്യൽ തിരുവാതിരക്കളി നിങ്ങളുടെ മുന്നിൽ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നുണ്ട്. ഒരു ടീം ഇവിടെ ഉണ്ട്. തിരുവാതിര സുരാജേട്ടൻ പണ്ട് തിരുവാതിരക്കളി കളിച്ചിട്ടില്ലേ? പിന്നെ മറക്കില്ല. എപ്പോഴെങ്കിലും സ്റ്റേജില് അതായത് സ്കിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് തിരുവാതിര കളിക്കേണ്ടി വന്നിട്ടുണ്ടോ? പൈസ കിട്ടാതാവുമ്പോ. ശരി ജഗദീഷ് ചേട്ടാ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഫസ്റ്റിലെ പേയ്മെന്റ് വാങ്ങി. അഡ്വാൻസ് ആണല്ലേ? അപ്പോ തിരുവാതിരക്കളി എന്ന് പറയുമ്പോ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോ ഒന്നും കൂടെ നമ്മുടെ സീ കേരളത്തിന്റെ സൂപ്പർ ഷോയിലൂടെ ഒരു വെറൈറ്റി തിരുവാതിര. പ്രിയമുള്ളവരെ, വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള മെഗാ തിരുവാതിര മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ തിരുവാതിരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന വന്ന് പനിനീര് തെളിച്ചാണ് ഈ തിരുവാതിര ഉദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങളുടെ എവിടെ ശ്രദ്ധ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നോയിക്കൊണ്ടിരിക്കാതെ കൈയടി. എല്ലാം കൂടെ തല്ലി പറിക്കുമല്ലോ. രമേ, നിന്റെ നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. മോളെ, മോക്ക് വേൾഡ് റെക്കോർഡ് കിട്ടാൻ വേണ്ടിട്ടാ ഞാൻ ചേട്ടൻ ഇത്രയും പരിപാടി കളിയെന്ന് മനസ്സിലായല്ലോ. വേണ്ടി ഞാൻ ഗസ്റ്റിനെ ആരെയൊക്കെ വിളിച്ചു വരുത്തിരിക്കുന്ന അങ്ങോട്ട് നോക്കാം. അങ്ങോട്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, വേൾഡ് റെക്കോർഡിന്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പൊ ആന വരും. ആന വന്ന് പനിനീര് തളിച്ചിട്ട് ഞങ്ങൾ ഈ 15,000 പേരും കൂടെ ഇവിടെ നിന്നിട്ട് ഒരു തിരുവാതിര കളിക്കും. അങ്ങനെ വേൾഡ് റെക്കോർഡ് കിട്ടും. അതാണ് കേട്ടോ. ഇനി ആനയും കൂടെ വന്നു കഴിഞ്ഞാൽ പരിപാടി തുടങ്ങും. അടിപൊളി പരിപാടിയാണ്. കാര്യം ചോദിക്കട്ടെ, ഈ ആന ഈ 15,000 പേരെയും തളിക്കുവോ ഇങ്ങനെ? അയ്യോ, 15,000 പേരും തളിക്കുവോന്നോ? ആനയോട് വരുന്ന പാപ്പാൻ ആരാന്ന് എന്റെ വിചാരം? ആരാ? ഷാജി പാപ്പാൻ. ജയസൂര്യല്ല, അതിനേക്കാൾ കാണും പറഞ്ഞാ മതി. ഷാജി പാപ്പാനെ കേറി വാ. ഷാജിപ്പാപ്പനല്ലോ? അതെ അതെ അതെ. പക്ഷെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാപ്പാൻ. എന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ എത്ര വലിയ മതയാനയായാലും ഞാൻ ചൂണ്ടി നിർത്തിക്കളയും. ഈ ചൂണ്ട് ഇവിടെ വാങ്ങിയോട്ടെ. എടോ, ഇത് 10-15,000 പെണ്ണുങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാ. പെണ്ണുങ്ങളുടെ കിടന്ന് വിലകുവാണെ കാലേ വാരി ഞാൻ നിലത്തടിക്കും. അതൊക്കെ പറയാൻ ഇയാളാരാ? എന്റെ പേരെന്ന് പറഞ്ഞാൽ ഹരിഹരാനന്ദ കാളിദാസ ചന്ദ്രശേഖര പിഷാരടി. ആ പിഷാരടിയുടെ തൊട്ടിപ്പുറത്ത് ഒരു ഗ്യാപ്പ് വരുത്തിയായിരുന്നു. ധർമ്മജൻ ബോൾഗാട്ടിയെ കൂടെ അങ്ങോട്ട് കയറ്റായിരുന്നു. അല്ല, 2 പേർക്കുള്ള ബഡ്ജറ്റ് ഇല്ല, അതുകൊണ്ടാണ്. എത്ര സിനിമ നടന്മാരെ ഇയാൾ ആനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നറിയോ? ആന വന്ന് കഴിഞ്ഞ് പരിപാടി തുടങ്ങേണ്ടതാ. എന്റെ ആന എന്ന് പറഞ്ഞ സിനിമ അറിയാവോ? എന്താ സിനിമ എന്നാ ബാഹുബലിക്കകത്ത് അഭിനയിച്ച ആനയാ അറിയാവോ? വർക്കലയുള്ളൊരു ചിറ്റപ്പ. ആ പാട്ട് അങ്ങനല്ല. എങ്ങനെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് ആ എന്റെ ആനയുടെ ഉച്ചി ചവിട്ടിയാണ് പ്രസാദ് നിൽക്കുന്നത്. പ്രസാദല്ല, പ്രഭാസ്. ആരെങ്കിലും ആയിക്കോട്ടെ, ആ പുള്ളി നിൽക്കുന്ന അതേലാന്ന്. അങ്ങനെ സിനിമയിൽ അഭിനയിച്ച പിന്നെ ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുവാണോ? ഇല്ലില്ല, അന്ന് വേണമെങ്കിൽ അവൻ. അതിനെ പറ്റി എന്റെ ആന അവൻ അഭിനയിച്ച സിനിമ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോ അവര് കയറ്റിയില്ല. അയ്യോ, നിങ്ങളെ കയറ്റിയില്ല? എന്നെ അല്ല, ആനയെ കയറ്റിയില്ലെന്ന്. ആനയെ കയറ്റിയില്ലെന്നോ? പിന്നെ വാതിന് വിളിക്കണമെന്ന്. അവൻ അവിടെ നിന്ന് ആന പിണങ്ങുന്ന പോലെ പിണങ്ങിയില്ല. അയ്യോടാ. എന്നിട്ട് എന്തുവാ മലയാള സിനിമാക്കാരെല്ലാം അവിടെ പിന്നെ പാട്ട് എഴുതിക്കൊണ്ട് അവന്റെ പറയുന്നത്, ഹേ ബനാനെ ഒരു പൂ തരാമോ, ഹേ ബനാനെ ഒരു കായ് തരാമോ. ആനയെന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. എടോ, എന്റെ ആനയുടെ പേരാ ബെന്നെന്ന്. ഹേ ബെൻ ആനെ ഒരു പൂ തരാമോ, ഹേ ബെൻ ആനെ ഒരു കായ് തരാമോ. അത് പറഞ്ഞോണ്ടിരിക്കാതെ ആനയെ വിളിക്കണം. ആരോ വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങൾ തുടങ്ങി. ആന പരിപാടി ബെറ്റിക്കോട്ട് രാമേന്ദ്രൻ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഈ മെഗാ തിരുവാതിരയ്ക്ക് പനിനീര് തെളിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ എത്തുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ.
എന്തോ തളിക്കാൻ? അല്ല തെറ്റിക്കോട്ട് രാമേന്ദ്രൻ വരുന്നെന്ന് പറഞ്ഞു. ബെറ്റിക്കോട്ട് രാമേന്ദ്രാസിൽ നിന്ന് മേടിച്ച് എന്റെ മോക്ക് കൊടുക്കാൻ അവന്റെ അവിടെ തള്ളയോട് പറഞ്ഞതാണ്. എന്താ ദൈവമേ, അവൻ തെറ്റിക്കോട്ട് രാമേന്ദ്രൻ വരുന്നില്ലയോ? അതല്ല ഞാൻ വിളിച്ചോണ്ടിരിക്കുവാ. മാർദിക്ക് വരുന്നില്ല. എടോ ഇത് എത്ര രൂപയുടെ പരിപാടി അവിടെ നടത്തുന്നതെന്ന് അറിയാവോ? എത്ര രൂപയുടെയാ? ഈ സാരിക്ക് തന്നെ 5000 രൂപയാ. ഇതുപോലെ 15000 പേർക്ക് സാരി വാങ്ങിച്ചിട്ടുണ്ട്. 500 രൂപയുടെ സാരി മേടിച്ചിട്ട് അപ്പൊ 4500 ഗുണം 15000 കുറെ കാശുണ്ടാക്കും. അയ്യോ ഇത് അങ്ങനെയല്ല. 20000 പേര് വെച്ചിട്ടാണ് ഞങ്ങൾ പരിപാടി നടത്താൻ. അയ്യോ, നഷ്ടം. പക്ഷെ 14999 സാരി ഭയങ്കര നഷ്ടം. വേറൊരു കളർ വാങ്ങി ഞാൻ അതന്നല്ല 15000 പേർക്ക് 15000 പാട്ട എണ്ണ. അതിന് ഒരു വിളക്കല്ലേ കത്തിക്കുള്ളൂ. അല്ല ഒന്നിനും ഒരു കുറവ് വരില്ല, അതിന് വേണ്ടി അങ്ങ് ചെയ്താ. വിളക്കിൽ ഒരു വർഷത്തേക്ക് ഒരു കുറവും വരുന്നില്ല കേട്ടോ. എടോ ആനെ വിളിക്കണോ? പരിപാടി എന്തുവായി? പാമ്പാടി രാജന്റെ അല്ലേ? അത് പാമ്പാട് രാജൻ. പാമ്പാട് രാജനാ വരുന്നത്. പ്രിയരെ, പാമ്പാടി രാജനാണ് ഈ മെഗാ തിരുവാതിരയ്ക്ക് പനിനീര് തെളിക്കാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. പാമ്പാടി രാജൻ. പാമ്പാട് രാജൻ വന്നു തളിക്കേ. പാമ്പാടി രാജനെ കിട്ടിയില്ലെന്ന് അവരിഞ്ഞോട്ട് വിളിച്ചു പറഞ്ഞാണ്. ആനപ്പാപ്പാൻ തന്നെയാണ്, എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ കേശവമലയിൽ ആന ആരാ നോക്കിക്കൊണ്ടിരുന്നത്? ആരാ നോക്കിക്കൊണ്ടിരുന്നത്? ആ പിടിയാനെ ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇതുപോലത്തെ വർത്താനം പറഞ്ഞോണ്ടാ ഞാൻ പിണങ്ങി അങ്ങ് പോയത്. ഇയാളുടെ വളർത്താൻ അയാൾ പറഞ്ഞത് ആനയെ കൊണ്ട് കൂപ്പി പണിക്ക് പോയേ. ഏത് കോപ്പി പണിക്ക്? കൂപ്പിലായിരുന്നു, കൂപ്പില്. ഊപ്പിലെ മാസം കഴിഞ്ഞിട്ട് ആനയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത് ഞാൻ നേരെ എന്റെ വീട്ടിലോട്ട് പോയി. ആ ഈ മുതലാളി ഞാൻ പോയ പറയുന്നു എന്നെ വിളിച്ചിട്ട് അങ്ങ് തെറി വിളിക്കുവാ. എന്തോ ആന ഗർഭിണിയാ, നീ നോക്കാഞ്ഞിട്ടല്ലിയോടാന്ന്. സത്യമായി ഇയാൾ നോക്കാഞ്ഞിട്ടുള്ള പരിപാടി തന്നെ. അതെ, അത് തന്നെയാ. നിങ്ങൾ ആരോട് ആരെങ്കിലും പറഞ്ഞു ഞാൻ നോക്കാഞ്ഞിട്ടാണോ സംഭവിച്ചത്? പിന്നെ നിങ്ങളെ കുഴപ്പമില്ല, നിങ്ങളെ ഒരു ആനയെ ഏൽപ്പിച്ചു വിട്ടാൽ ഗർഭിണിയായ നിങ്ങളെ കുഴപ്പമാണോ? നിങ്ങൾ നോക്കാഞ്ഞിട്ടാ. എന്തോ വർത്താനമായി പറയുന്നത്. ഞാൻ ചെന്ന് നോക്കി, ഈ സംഭവം കണ്ടു എന്നിരിക്കട്ടെ, എനിക്കൊന്ന് പിടിച്ചു മാറ്റാൻ പറ്റുമോ? അത് ആനയല്ലയോ പോയി. ആനയെ വിളിക്കണോ? പരിപാടി തുടങ്ങേണ്ടതാണ്. പെട്ടെന്ന് വിളിക്ക്. മംഗലാംകുന്ന് കർണൻ. മംഗലാകുന്ന കർണൻ. പ്രിയമുള്ളവരെ, മംഗലാംകുന്ന കർണനാണ് ഈ മെഗാ തിരുവാതിരയ്ക്ക് പനിനീര് തെളിക്കുവാൻ വേണ്ടി എത്തുന്നത്. മംഗലാംകുന്ന കർണൻ. പാനിപൂരി തളിക്കാൻ സമയമായില്ലെന്ന്. പാനിപൂരി അല്ലെന്ന്, പനിനീര് കളിക്കാൻ മംഗലാകുന്ന കർണനെ വിളി. ആ മംഗലാംകുന്ന് കർണൻ കിട്ടിയില്ലെന്ന് അവൻ വിളിച്ചു. കഷ്ടവാന്ന് നോക്കണേ. നിക്കിവിടെ ഇങ്ങനെ ഓ. നിക്കിവിടെ. നേരത്തെ പറഞ്ഞു ഇവിടെ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നു, പിന്നെ പറഞ്ഞു മംഗലാംകുന്ന് കർണം വരുന്നു, പിന്നെ ഏതൊക്കെയോ ആന വരുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇവിടെ ആന വരുവോടോ? എടോ ഇവിടെ ആന വന്നാലേ പരിപാടി നടക്കൂ. ഇനി ആനയെങ്ങാനും ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ തന്റെ പാപ്പാന്റെ കാര്യം പോക്കാം. അവള് പറഞ്ഞു ഇങ്ങോട്ട് പാടൂ. ഇപ്പൊ ഏതാനെയാ വന്നേക്കുന്നത്? ഇയാളെന്തുവായി കാണിക്കുന്നത്? അങ്ങനെ നിക്കാൻ പറഞ്ഞു. എടോ ഗ്യാപ്പ് ബില്ലിയാൻ പറഞ്ഞ നേരെ നിക്കേ. എടോ ഏതേലും ഒരു ആനയെ വിളിച്ചോണ്ടോ? നമുക്ക് കേരളത്തോട് തെലുങ്കാന ഇറക്കി. ദൈവമേ, കേസ് പറഞ്ഞ് മുടിയത്തേയുള്ളൂ. ഒരു സംസ്ഥാനത്തോട്ട് വേറൊരു സംസ്ഥാനം ഇറക്കാൻ തുടങ്ങുന്നു. തെലുങ്കാന എന്ന് പറയുന്ന ദേശത്തു നിന്നുള്ള ആനയാണ് വന്നേക്കുന്നത്. അത് മതി. മതിയടാ. ഏതേലും ഒരു ആനയെ വിടുവാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിച്ചോട്ട് ആനയെ കയറ്റി വിടാ. സൂപ്പർ അല്ലേ? നമ്മൾ ആനയുടെ അത്ര ഒരു ഹൈറ്റ് ഇല്ല. ഇത് ഏകദേശം എത്ര അടി കാണുമായിരിക്കും? നമ്മൾ അടിക്കണക്ക് പറഞ്ഞാൽ തെറ്റിയെങ്കിൽ ആനയ്ക്ക് പ്രശ്നമാണ്. അതെന്താ പ്രശ്നം? കേട്ടിട്ടില്ല, അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന്. ആ. ഞാൻ തെറ്റാ പറയുന്നെങ്കിൽ ആന വീഴത്തില്ല. ആന വീഴുന്നില്ല. ഇത് പനിനീര് കളിക്കാനുള്ള പരിപാടികൾ ചെയ്യേ. എടാ പാനിപ്പൂരി തളിക്കാൻ. എടോ പാനിപൂരി അല്ല, പനിനീര് കളിക്കാൻ പറ. പനിനീര് തള്ളി അങ്ങോട്ട്. വേണ്ടേ പനിനീര് തള്ളിയാനേ. കളിക്കാതെ പനിനീര് കളിപ്പിച്ചില്ല. ഇന്ന് ആ ഇതുകൊണ്ട് എന്ത് തരുന്നില്ല. ഇപ്പൊ അടിച്ചതിന്റെ മണ്ടയാ കയറി. ഭാഷ അറിയാൻ ഭാഷ അറിഞ്ഞാൽ അറിഞ്ഞില്ലേ ഇന്ന് നീ ഇവിടുന്ന് പോകത്തില്ല. അതാണ് പെട്ടു. ഞാൻ പറഞ്ഞേ പനിനീരിലു തളിക്കലു. ആനെ കൊണ്ട് പനിനീര് കളിപ്പിക്കണം. എനിക്ക് അറിഞ്ഞുകൂടാന്നോ? ഇവിടെ ഇത് തെലുങ്കറിയാമോ? ആരെയാ ഇപ്പൊ വിളിക്കുന്നത്? ഇതിവിടെ ആരെയും വിളിച്ച് നീ പനിനീര് കളിപ്പിച്ച ഇടിച്ച് നൂർക്ക് ഞാൻ പറഞ്ഞു. ഒന്നും വേണ്ട, നിങ്ങൾ എന്നെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. ഓടിരിക്കുന്ന ആരാന്ന് കണ്ടായിരിക്കുന്നത് പ്രൊഫസർമാരിലെ ആനപ്പാപ്പാന്മാരിലെ പ്രൊഫസർ. എത്ര സിനിമയ്ക്കകത്ത് ആനയെ നയിച്ചിട്ടുള്ള ആളാന്നറിയാവോ? ഒരു കാര്യം വിളിക്കുന്ന സാറേ പ്ലീസ് സുരാജ് പ്ലീസ് സാറേ ഒന്ന്.
പനിനീരുണ്ടോ? ഇത് പനിനീരും തിളപ്പിച്ച് ആനപ്പുണ്ടോ മാറേണ്ടി വരും ജഗദീഷ് ചേട്ടാ. സാർ ഒന്ന് ये रोज वाटर डालो भाई, रोज वाटर डालो. തലയോടെ നനങ്ങിയാ മതി. ഒരു പരിപാടിയുണ്ട്, ഞാൻ ചോദിക്കട്ടെ. സുരാജ് ലുക്കും മിമിക്രി. അടിപൊളിയായിട്ട് കാര്യങ്ങൾ. തെലുങ്കാനെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ കല്യാണിയമ്മയുടെ മകൾ രാജലക്ഷ്മിയുമായി നിനക്ക് എന്താണ് ബന്ധം? ചോദിച്ചത് കേട്ടില്ലേ? പ്രേമമൊന്നും മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ നടന്ന അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ നിനക്ക് അവള് വേണ്ടതായി. ഇല്ലടാ പട്ടി. അപ്പൊ ഈ തെലുങ്കാനയുടെ അനുവാദത്തോടുകൂടി മിമിക്രി രംഗത്തെ രാജാവായ സുരാജ് വെഞ്ഞാറം അതെ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി ഞങ്ങളോട് 2 സ്റ്റെപ്പ്. ആയിക്കോട്ടെ. സന്തോഷം. അല്ല, ഇത് ആനയും കൂടെ കളിക്കും. ഇതിനുള്ളതായിരുന്നു. അത് റെക്കോർഡ്. എനിക്ക് വയ്യ ഇനി. പനിനീർ കളിപ്പിച്ച പരിപാടി അങ്ങ് തുടങ്ങാം. കോവലനും കണ്ണകിയും പ്രേമമോടെ തമ്മിൽ ചോഴനാട്ടിൽ യൗവനത്തിൻ തേന്നുകർന്നേ വാണു. മാധവിയിൽ കോവലനു സ്നേഹമുണ്ടായി തീർന്നു. പ്രിയമുള്ളവരെ ഉടൻ തന്നെ ആന പനിനീർ തളിക്കുന്നതാണ്. ഈ തിരുവാതിര കഴിഞ്ഞ ഉടൻ തന്നെ സുപ്രസിദ്ധ പിന്നണി ഗായകൻ അരോചക പട്ടം നേടിയ ബിനീഷ് ബാസിന്റെ ഗാനമേള ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ബിനീഷ് ബാസ് നയിക്കുന്ന ഗാനമേള. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നേരെ അങ്ങോട്ട് പോവാണ്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാ ഞാൻ തിരുവാതിര കളി എന്ന് പറയാൻ കാരണം? ഗിന്നസിന് സാധ്യതയുണ്ടോ? കിറ്റ് കണ്ടിട്ടാ? ആ, പിന്നെ എന്തായാലും ആ ആനയുടെ ഓട്ടവും ആന പേടിച്ചിട്ട് നിങ്ങളുടെ ഓട്ടം. ആനയുണ്ടല്ലോ ഒരു രക്ഷയില്ല. അതിലെടുത്ത് പറയേണ്ടത്, തിരുവാതിര അവർക്കറിയാം, പക്ഷെ ഈ ആന ഇതേപോലെ വരുമ്പോ വിരണ്ടോടുന്നത് അഭിനയിച്ചതില്ലേ, അഭിനയിക്കാനും അവർക്ക് കഴിവുണ്ട് എന്ന് തെളിയിച്ചു. ആന ഒരു ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു, ഭയങ്കര ഒറിജിനാലിറ്റി. പക്ഷേ നിങ്ങളൊരു ആ കാര്യം വിസ്മരിക്കരുത്. എന്താ? ഈ സ്കിറ്റിന്റെ ക്ലൈമാക്സ് ആയ ഒരു മനുഷ്യനെ നിങ്ങൾ മറന്നുപോയി. ഈ ആന ഓടാൻ കാരണമായ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഇവിടെ വന്ന് നിൽക്കേണ്ട മുതലല്ലേ? എനിക്കുണ്ട് എന്റെ ഗാനമേള. നമിത എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. ഞാൻ അതാ പറഞ്ഞേ, എല്ലാരും ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ട്, ഭയങ്കര ഒറിജിനൽ ആയിട്ട് പെർഫോം ചെയ്തത്. ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. എനിക്ക് ആനയുടെ ഉള്ളിൽ ആരാ ഉള്ളതെന്ന് എപ്പോഴെങ്കിലും ഷോ തീരുമ്പോഴെങ്കിലും കാണണമെന്ന് ഭയങ്കര ഈ ആഗ്രഹമുണ്ട്. ആനയുടെ പേരെന്താ? അജിൽ. അജിൽ അജിൽ. ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അഖിൽ. ഓക്കെ, അജിലും അഖിലും ആണ് ഉള്ളിലുള്ളത്. അപ്പോ ആന ഹായ് തരുന്നുണ്ട് കേട്ടോ. അയ്യോ, ശരിക്കും ആനയുടെ സ്കിന്നൊക്കെ ഞാൻ തൊട്ടടുത്ത് നിൽക്കുമ്പോ അതുപോലെ തന്നെ ഉണ്ട്. എന്തായാലും ഈ ആന ഡെവലപ്പ് ചെയ്തെടുത്ത ആ ഒരു ടീമിനും ആ ടീമിനും ഒരു വലിയ കൈഡി കൊടുക്കുകയാണ്. ആൻഡ് ബിനീഷ് ബാസ്റ്റിൻ, താങ്ക് യു.